കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ പഞ്ചായത്തിലാണ് പുരാതനമായ കൊട്ടിയൂർ ക്ഷേത്രം. ദക്ഷിണകാശി എന്ന് പുകൽപ്പെട്ട ഈ ക്ഷേത്രം ആദ്യകാലത്തുണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അണുവിട പോലും വ്യതിചലിക്കാതെ തുടർന്നു വരുന്ന അപൂർവ ക്ഷേത്രം കൂടിയാണിത്. കൈലാസ സമാനമായ പ്രകൃതി ഭംഗി ദർശിക്കാവുന്ന ഒരിടം കൂടിയായ ഈ ക്ഷേത്രം പവിത്രമായ ബാവലിപ്പുഴ ഈ പ്രദേശത്തെ കൂടുതൽ ചൈതന്യവത്താക്കുന്നു. ഭഗവാൻ മഹാദേവന്റെ സാന്നിധ്യമുള്ളതുപോലെ ശ്രീ പാർവതിയുടെയും സാന്നിധ്യമുണ്ട്. മാത്രമല്ല 33 കോടി ദേവതകളുടെയും ഭൂതഗണങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലം കൂടിയാണിത്. ഇടവ മാസത്തിലെ ചോതിനാളിൽ തുടങ്ങി മിഥുന മാസത്തിലെ ചിത്രനാൾ വരെയുള്ള ദിവസങ്ങളിലാണ് അക്കരെ കൊട്ടിയൂർ പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. 27 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം ചിട്ടപ്പെടുത്തിയത് പരശുരാമനാണെന്ന് ഐതിഹ്യ പ്രസിദ്ധമാണ്. മനുഷ്യനും പ്രകൃതിയും ഭൂതഗണങ്ങളും ദേവതകളും ഒന്നിക്കുന്നതാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ഈ ഉത്സവകാലത്ത് ഭക്തമനസ്സുകൾ പെരുമാൾ സന്നിധിയിലേക്ക് ഒഴുകിയെത്തും. ഉത്സവത്തിന് പങ്കെടുക്കാൻ പറ്റാത്തവർ പോലും മനസ്സുകൊണ്ട് കൊട്ടിയൂരിലെത്തി പെരുമാളെ നമിക്കുന്ന കാലം. കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെടുത്തിയാണ് മലയോരവാസികൾ മഴയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. പൊരിഞ്ഞ വേനൽ കടന്ന് ഉത്സവത്തിലേക്കും മഴയിലേക്കുമുള്ള കാൽവെപ്പാണ് വടക്കേ മലബാറുകാർക്ക് കൊട്ടിയൂർ ഉത്സവകാലം. വേനൽ മഴ തുടങ്ങുമ്പോൾ തന്നെ ഭക്തർക്കിടയിൽ കൊട്ടിയൂർ ചർച്ചയായി തുടങ്ങും. നീരെഴുന്നള്ളത്ത് കഴിയുന്നതോടെ കൊട്ടിയൂരിൽ ഉത്സവാന്തരീക്ഷമായി തുടങ്ങുകയും ചെയ്യും. ഭണ്ഡാരം എഴുന്നള്ളത്ത് നെയ്യാട്ടം ആകുന്നതോടെ ഉത്സവത്തിലേക്ക് ഭക്തപ്രവാഹം തുടങ്ങുകയും ചെയ്യും. പെരുമാൾ ദർശനത്തിന് പോവേണ്ട ദിവസം പോലും നേരത്തെ നിശ്ചയിക്കുന്നതാണ് വലിയൊരു വിഭാഗവും ഭക്തരുടെയും രീതി. അതിവിചിത്രമായ ചടങ്ങുകളും ആചാരങ്ങളും ഉത്സവ നടത്തിപ്പ് രീതിയുമാണ് കൊട്ടിയൂരിന്റെ പ്രത്യേകത. 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ അക്കരെ ദേവസ്ഥാനം യാഗഭൂമിയായി മാറും. ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങുകളിൽ അക്കരെ കൊട്ടിയൂർ നൂറ്റാണ്ടുകൾ പിറകിലേക്ക് പോകും. കാനന ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തരുടെ മനസ്സിന് കുളിരു പകരുക മാത്രമല്ല, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവും വരുത്താതെ പിന്തുടരുന്ന അനുഷ്ഠാനത്തിന്റെ നേർക്കാഴ്ച കൂടിയാണിത്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്ത് ബാവലിപ്പുഴക്കരികിലാണ് ക്ഷേത്രസന്നിധി നിലകൊള്ളുന്നത്. ബാവലിയിൽ മുങ്ങി ഈറൻ മാറാതെ കാറ്റും മഴയും വകവയ്ക്കാതെ ഉള്ളം നിറഞ്ഞ ഭക്തിയാൽ ഭക്തലക്ഷങ്ങൾ ഉത്സവകാലത്ത് ഇവിടെ ദർശനം നടത്തും. നാടിന് നടുവിൽ വൃത്താകൃതിയിൽ കല്ലുകെട്ടിറക്കിയ തിരുവഞ്ചിറയും അതിനു മധ്യത്തിലായി കല്ലുകെട്ടി ഉയർത്തിയ മണിത്തറയും അതിലുള്ള ശ്രീകോവിലുമാണ് ഇവിടത്തെ ക്ഷേത്രദൃശ്യം. 4 സമുദ്രങ്ങളെ സ്പർശിക്കുന്ന ശ്രീകോവിൽ എന്നാണ് ഇവിടത്തെ സങ്കല്പം. തിരുവഞ്ചിറ ചുറ്റി ഒഴുകുന്ന ബാവലി തീർത്ഥം 4 സമുദ്രങ്ങൾക്ക് സമാനമായി കാണുന്നതെന്നാണ് വിശ്വാസം. ഉത്സവത്തിന് മുമ്പ് തന്നെ ബാവലിപ്പുഴയ്ക്ക് തടയണ കെട്ടി വെള്ളം തിരുവഞ്ചിറയിലേക്ക് തിരിച്ചുവിടും. ശ്രീകോവിൽ ചുറ്റും തിരുവഞ്ചിറ നിറയെ ഉത്സവകാലം മുഴുവൻ ബാവലിയിലെ വെള്ളം പ്രവഹിക്കും. ഈ വെള്ളത്തിലൂടെയാണ് ഭക്തർ പ്രദക്ഷിണം നടത്തേണ്ടത്. മണിത്തറയിലെ ശിവചൈതന്യം സ്വയംഭൂവായി കുടികൊള്ളുന്നു. തിരുവഞ്ചിറയിൽ വേറെയും 2 കൽത്തറകൾ കാണാം. ഒന്ന് ആൽത്തറയാണ്, മറ്റൊന്നിൽ ഭഗവതി കുടികൊള്ളുന്നു. തിരുവഞ്ചിറയ്ക്ക് ചുറ്റും യാഗശാലകളെ അനുസ്മരിപ്പിക്കുന്ന പർണശാലകളും കാണാം. അവിടെ ഓരോ പർണശാലയ്ക്കും അവകാശികളുണ്ട്. ഹിന്ദുമതത്തിലെ എല്ലാ ജാതി വിഭാഗവും പങ്കെടുക്കുന്നതും അവർ അവകാശികളായിട്ടുള്ളതുമായ ഏക ഉത്സവം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അവകാശപ്പെട്ട പർണശാലകളുമുണ്ട്. ബ്രാഹ്മണർ മുതൽ ആദിവാസി വിഭാഗക്കാർ വരെയുള്ളവർ പങ്കാളിത്തമുണ്ട് ഈ ഉത്സവ നടത്തിപ്പിൽ. ദക്ഷയാഗം, സതീദേവിയുടെ ജീവത്യാഗം, ശിവന്റെ ഭൂതഗണങ്ങൾ യാഗം മുടക്കിയത്, ഉഗ്രകോപിയായ ശിവന്റെ കോപം തണുപ്പിക്കുന്നത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഉത്സവകാലത്ത് പ്രധാനമായും നടക്കുന്നത്. മെയ് 17 നെയ്യാട്ട നാളിൽ ചോതിവിളക്ക് തെളിയുന്നതോടെ തുടങ്ങുന്ന ഉത്സവം ജൂൺ 13 ചിത്രനാളിൽ തൃക്കലശാട്ടോടെ സമാപിക്കും. മഴയും ഭക്തിയും മേലാപ്പ് ചാർത്തിയ കൊട്ടിയൂർ ദേവസ്ഥാനത്തേക്ക് നാടിന്റെ നാനാ ദിക്കുകളിൽ കൈവഴികളായി ഒഴുകിയെത്തും. ആകാശത്ത് മഴയുടെ കാഹളം മുഴങ്ങുമ്പോൾ ഇങ്ങു താഴെ ചോതിവിളക്കിന്റെ വെളിച്ചത്തിൽ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഓങ്കാര ശബ്ദം മുഴക്കി വ്രതം നോറ്റെത്തുന്ന ഭക്തർ കൊട്ടിയൂരിലേക്കുള്ള എല്ലാ വഴികളും കൈയടക്കും. ഭഗവാന് അഭിഷേകം നടത്താനുള്ള നെയ്യ്, ഇളനീര്, പാലാമൃത്, കളഭം എന്നിവയെല്ലാം
വ്രതം നോറ്റ് ഭക്തർ കാൽനടയായി വന്നാണ് സമർപ്പിക്കുന്നത്. അതുപോലെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വിളക്ക് തിരികൾ, മൺകലങ്ങൾ, പൂജാ സാധനങ്ങൾ എന്നിവ ഉത്സവത്തിനാവശ്യമായ സർവ്വ സാധനങ്ങളും എത്തിക്കാൻ പ്രത്യേക അവകാശികളുണ്ട്. നാനാജാതി വിഭാഗക്കാരുടെയും കൂട്ടായ്മയുടെയും സഹകരണവുമാണ് വൈശാഖ മഹോത്സവത്തിന്റെ പ്രത്യേകത. അക്കരെ കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് വേണ്ടി എല്ലാം താൽക്കാലികമായി നിർമ്മിക്കുന്നതാണ്. ഉത്സവം കഴിയുന്നതോടെ അതെല്ലാം പ്രകൃതിയിലേക്ക് ലയിച്ചു ചേരും. പണ്ട് കയ്യാലകൾ നിർമ്മിച്ചിരുന്നത് ഓടയിലകൾ കൊണ്ടായിരുന്നു. ഇന്നതിന് ക്ഷാമം വന്നതോടെ തെങ്ങോലകളാണ് ഉപയോഗിക്കുന്നത്. മണിത്തറയിലെ ശ്രീകോവിൽ മേയുന്നത് കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഞെട്ടിപ്പനയോല കൊണ്ടാണ്. ദേവന് നേദ്യം തയ്യാറാക്കുന്നതിനും ക്ഷേത്രത്തിലെ അന്നദാനത്തിനും കാട്ടിൽ നിന്നും ശേഖരിക്കുന്ന കല്ലുവാഴ ഇലകളാണ് ഉപയോഗിക്കാറ്. നീരെഴുന്നള്ളത്ത് ചടങ്ങിന് ബാവലി തീർത്ഥം എഴുന്നള്ളിച്ചെത്തിക്കുന്നത് കൂവള ഇലയിലാണ്. ഇളനീരിന് ഉത്സവത്തിൽ പ്രഥമ സ്ഥാനം തന്നെയാണുള്ളത്. കൊട്ടിയൂരിലെത്തുന്നവർ പ്രസാദം പോലെ കയ്യിൽ കരുതുന്ന പൂവല്ല, കാട്ടിൽ നിന്നു ശേഖരിക്കുന്ന ഓടത്തണ്ട് ചതച്ച് പ്രത്യേക രീതിയിൽ ചീകിയൊരുക്കിയതാണത്. പ്രകൃതിക്ക് ചേരാത്ത ഒന്നും തന്നെ ഉത്സവാവശ്യത്തിന് ഉപയോഗിക്കാറില്ല. കൂടാതെ മഴയും വെള്ളവും മഞ്ഞും മരങ്ങളും മലനിരകളും ഉത്സവത്തിന്റെ പ്രൗഢി കൂട്ടുന്നു. എടവ മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വിളക്ക് തെളിയും. ഈ സമയം വയനാട് തവിഞ്ഞാൽ മുതിരേരി ശിവക്ഷേത്രത്തിലെ വാൾ കൊട്ടിയൂരിലെത്തും. ഇതോടെ 27 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം തുടങ്ങും. ദക്ഷൻ നടത്തിയ യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ മകൾ സതിയെ അവഹേളിച്ചതിൽ മനോവിഷമം പൂണ്ട് യാഗാഗ്നിയിൽ ചാടി സതീദേവി ജീവൻ ഒടുക്കിയെന്നാണ് ഐതിഹ്യം. ഇതിൽ ക്രോധം പൂണ്ട ശിവൻ ജട പറിച്ച് നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചുവെന്നും വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയറുത്തുവെന്നുമാണ് വിശ്വാസം. ദക്ഷന്റെ തലയറുത്ത വാൾ ചെന്നു വീണത് മുതിരേരി വയലിലാണ്. കുറിച്യ തറവാട്ടുകാർ കൃഷി ചെയ്യുന്ന കണ്ടത്തിലാണ് വാൾ ചെന്നു വീണത് എന്നതിനാൽ ഇവിടെ വാളൻകണ്ടൻ എന്നറിയപ്പെടുന്നു. രക്തം വീണ തേരി മുതിരേരി ആണെന്നുമാണ് വിശ്വാസം. ഈ വിശ്വാസത്തിലാണ് വാൾ മുതിരേരി ശിവക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വാളറയിൽ സൂക്ഷിക്കുന്നതും വൈശാഖ മഹോത്സവ സമയത്ത് കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നതും.